നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ഈ മാസം 22-ാം തീയതി, അതായത് ഏപ്രിൽ 22-ാം തീയതി കലിംഗ സൂപ്പർ കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വൻ പ്രതീക്ഷയിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സൂപ്പർ കപ്പെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കിരീടമായി ചൂടുമോ എന്നുള്ളൊരു സംശയം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി, എന്നാലും പറയുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഉദ്ഘാടന മത്സരം കളിക്കുന്ന ടീം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ FC ആണ്. ആ ഒരു ഈസ്റ്റ് ബംഗാൾ FCയുമായി അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ നേരെ സെക്കൻഡ് റൗണ്ടിൽ ATK മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായി വരുന്നത്. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഫസ്റ്റ് റൗണ്ട് കളിക്കാതെ തന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാനുള്ള ഒരു അനുവാദം AIFF നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കളി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ട് പിന്നെ നേരെ അടുത്ത കളി എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനുമായിട്ടാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അതികഠിനമായ നല്ലൊരു കളി തന്നെയാണ് ഈ സൂപ്പർ കപ്പിൽ കാഴ്ചവെക്കേണ്ടത്. കാരണം 6 വിദേശ താരങ്ങളെ നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ 90 മിനിറ്റ് ആഡ് ഓൺ ടൈമും കൂടെ കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ടൈം അവസാനിച്ചാൽ പിന്നെ നേരെ ഡയറക്റ്റ് ഷൂട്ടൗട്ടാണ്. 120 മിനിറ്റ് വരെ സൂപ്പർ കപ്പിൽ കളിയില്ല. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ച് ഈ സൂപ്പർ കപ്പ് എന്ന കിരീട ലക്ഷ്യം. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസൊക്കെ 6 വിദേശ താരങ്ങളെ കൊണ്ട് ഇറങ്ങിയാൽ തീരുമാനമായി എന്ന് തന്നെ പറയാം. ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് തൻ്റെ ആദ്യ കിരീടം ചൂടുമോ ഇല്ലയോ എന്ന്. പിന്നെ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെയുള്ള കറക്റ്റ് സത്യസന്ധമായ ഫുട്ബോൾ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.